ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് കറികൾ റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ നത്തോലി മീനുണ്ടല്ലോ, കുഞ്ഞു മീൻ, ആ മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അച്ചിങ്ങപ്പയർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാം ഒരു തട്ടിക്കൂട്ട് പോലത്തെ പരിപാടിയാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയത്. എല്ലാം കുറച്ച് ദിവസം എല്ലാത്തിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടൊരു ഉച്ചൂണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് സവാള ഉണ്ട്, പിന്നെ പച്ചമുളക്, വേപ്പില, പിന്നെ തക്കാളി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ രാവിലെ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും പപ്പടമായിരുന്നു കേട്ടോ രാവിലെ. വേറെ കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. പിന്നെ അപ്പോൾ ചട്ടി വെക്കുക ഫസ്റ്റ്, എന്നിട്ട് കടുക് പൊട്ടിക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ സവാളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. എല്ലാം കൂടി വാടി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. മഞ്ഞ കളർ അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ ഒരടുപ്പത്ത് ചായയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ തിളയ്ക്കാൻ സമയം കൊണ്ട് നമ്മുടെ ഉപ്പുമാവും ആകും കേട്ടോ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഉപ്പുമാവും വെച്ചിട്ടുണ്ട്, തടുപ്പിൽ ഉപ്പുമാവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്കതിൽ റവ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പാകത്തിനാണ് എനിക്ക് കിട്ടിയത് ഉപ്പുമാവ്. ഞാൻ ഇപ്പോഴാണ് നന്നായി ഇതേപോലെയൊക്കെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാനിത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശരിയാവില്ലായിരുന്നു. ഇപ്പം ഉണ്ടാക്കിയാണ് ശരിയായത്. പിന്നെ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവുക, അല്ലെങ്കിൽ റവ കറക്റ്റ് ആവാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ എപ്പോഴും പറ്റാറുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ അത് ഞാൻ കുറച്ച് നെയ്യൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉപ്പുമാവിൽ. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പിയത്. അപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പോൾ ഉപ്പുമാവും പിന്നെ പപ്പടമായിരുന്നു കേട്ടോ രാവിലെ. ഞാനിത് ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ, എനിക്ക് ഇഷ്ടമേ അല്ല ഉപ്പുമാവ് എന്ന് പറഞ്ഞ കാര്യമേ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമാണ് ഉപ്പുമാവ്, അപ്പോൾ ആൾക്കാണ് ഞാനിത് ഉണ്ടാക്കിയത്. പിന്നെ മക്കൾക്കും ഇഷ്ടമല്ല കേട്ടോ ഉപ്പുമാവ്. അപ്പോൾ അവർക്കൊക്കെ വേറെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ എൻ്റെ കൊഴുവുണ്ട്, പിന്നെ തക്കാളി, പിന്നെ ഉള്ളി, വേപ്പില, ഇഞ്ചി, പിന്നെ കൊടംപുളി, പച്ച കൊടംപുളിയാണ് കേട്ടോ അതെടുത്തേക്കണത്. അപ്പോൾ ഇത്രയും കൂട്ടുകൊണ്ടോ നമുക്ക് കൊഴുവ മുളകിടാൻ വേണ്ടത്, അതായത് നത്തോലി കേട്ടോ. ഒരു ചട്ടി എടുക്കുക. ഫസ്റ്റ് ഞാൻ കൊഴുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊടംപുളി ഉണ്ടല്ലോ, പച്ചക്കൊടംപുളി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയാണ് ഞാൻ ഇതിന് ചേർത്തേക്കുന്നത്. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഇതിൽ കുറച്ച് വെള്ളം നമുക്ക് ഇത് വേവാനധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇനി തിളച്ച് വരുമ്പോഴും കുറച്ചൊന്ന് വെളിച്ചെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം, ഇതിൽ ചേർക്കാം കേട്ടോ. നമ്മുടെ ഇത് ഒന്ന് എന്തൊക്കെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു സ്പൂണും കൂടി പച്ച വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ നത്തോലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ വേഗം മുളകിട്ടത് ഉണ്ടാക്കിയത്. പിന്നെ പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ കറിക്കൊന്നും. അപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കറികളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതേ നമ്മുടെ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഇത് ചാറൊന്നും ഈ കറിയിൽ ഇത് ഇഷ്ടമല്ല, അവർക്ക് വറുത്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇപ്പോൾ സാധാ വറുക്കണ പോലെ കേട്ടോ, വേറെ മസാലകളൊന്നും ഇല്ല. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നത്തോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവർക്കായിട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ. എനിക്കും ഇഷ്ടം ഫ്രൈ ചെയ്ത മീനാണ് കേട്ടോ. എനിക്ക് കറി വെച്ച മീനൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനത് അവർക്ക് വേണ്ടി ഫ്രൈ ചെയ്തു. പിന്നെ അച്ചിങ്ങപ്പയറാണെന്നുണ്ടെങ്കിലും കുറച്ചുണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കാനായിട്ട്. നോക്കിക്കോട്ടോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അച്ചിങ്ങപ്പയർ കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് എടുത്ത് അതിൻ്റെ ബാക്കിയായിട്ട് ഉണ്ടായതാണ്. പിന്നെ അതേപോലെ അച്ചിങ്ങപ്പയർ ഉണ്ടാക്കാനും ചട്ടി വെച്ചു.
കടുകിട്ടു. പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളി ചതച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടെടുത്തു. പിന്നെ ഉള്ളി ചതച്ച് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതെല്ലാം ഞാൻ ഇതിന് മുമ്പും ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അച്ചിങ്ങപ്പയറുണ്ടല്ലോ, അച്ചിങ്ങപ്പയർ നന്നാക്കിയത് കഴുകി വെച്ചത് അതിൻ്റെ ഒപ്പം ചേർക്കാം കേട്ടോ. ഞാൻ വേറെ വെള്ളമൊന്നും വേവാനായിട്ട് ഇതിൽ ചേർക്കില്ല. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചാൽ നന്നായിട്ട് വെന്തോളൂ കേട്ടോ. അച്ചിങ്ങപ്പയറൊക്കെ നമുക്ക് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അച്ചിങ്ങപ്പയർ നല്ലോണം കഴുകിയിട്ടുള്ളൂ നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർക്കേണ്ടത്. അപ്പോൾ ഈ അച്ചിങ്ങപ്പയർ തോരനും കൂടി റെഡി ആയിട്ടുണ്ട്. അതെ, ആകെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അച്ചിങ്ങപ്പയർ. പിന്നെ എനിക്കിഷ്ടമുള്ള കൂട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. എനിക്ക് എന്താ പറയുക, ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് സ്കൂളിലൊക്കെ പോയ കാര്യമൊക്കെ ഉണ്ട് ഓർമ്മ വരാം. എനിക്ക് എപ്പോഴും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ടാണ് അമ്മ ഇങ്ങനെ ഇത് അരിഞ്ഞ് ഉണ്ടാക്കി തരാം. അപ്പോൾ അവരെന്നോട് പറയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിയാവില്ല, ഭയങ്കര കനമിട്ട് വന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ പൊട്ടറ്റോ നല്ല നൈസായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ പൊട്ടറ്റോ ഫ്രൈ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണേ. ഇനി മാങ്ങ എടുത്ത് ഫസ്റ്റ് ചതയ്ക്കുക. പിന്നെ തേങ്ങ, പിന്നെ പച്ചമുളക്, ഉള്ളി, ഉപ്പ് ഇതെല്ലാം കൂടി മാങ്ങ ചതച്ചതിൻ്റെ ഒപ്പം ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് കറികൾ പോലെയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.